ഹാർമണി റെസിഡൻസ് അസോസിയേഷന്റെ 14ാമത് വാർഷിക പൊതുയോഗം പെരുമ്പടപ്പ് 61ാം ഡിവിഷൻ കൗൺസിലർ CR ബിജു ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ക്രിസ്റ്റി കാർഡോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിദ്യാഭ്യാസ രംഗത്തും കലാരംഗത്തും മികച്ച നേട്ടങ്ങൾ കൈവരിച്ചവർക്ക് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. ഹാർമണി റെസിഡൻസ് അസോസിയേഷന്റെ 14ാമത് വാർഷിക പൊതുയോഗം പെരുമ്പടപ്പ് 61ാം ഡിവിഷൻ കൗൺസിലർ CR ബിജു ഉദ്ഘാടനം ചെയ്തു. ഒരു ആപത്ത് വന്നാൽ, ഒരു അസുഖം വന്നാൽ, ഒരു മരണം വന്നാൽ ഓടിയെത്തുന്ന സംഘടനയായി ഇത് മാറി. ഇങ്ങനെ സംഘടന മാറുമ്പോഴാണ്, ഇങ്ങനെ റെസിഡൻസ് അസോസിയേഷൻ വളർന്ന് പന്തലിക്കുമ്പോഴാണ് ഒരു പ്രദേശത്ത് സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകുന്നത്, അല്ലേ? അതൊരു ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ല. മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു അതുകൊണ്ടാണ് 14 വർഷം ഇങ്ങനെ നിൽക്കുന്നത്. വ്യക്തമായി കണക്ക് അവതരിപ്പിക്കുന്ന ഒരു സംഘടന, അല്ലേ? കണക്കെല്ലാം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അസോസിയേഷൻ പ്രസിഡന്റ് ക്രിസ്റ്റി കാർഡോസ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വിദ്യാഭ്യാസ രംഗത്തും കലാരംഗത്തും മികച്ച നേട്ടങ്ങൾ കൈവരിച്ചവർക്ക് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. എഡ്രാഗ് പള്ളുരുത്തി മേഖലാ പ്രസിഡന്റ് AA ജോർജ്, സെക്രട്ടറി KA അഫ്സൽ, ഭാരവാഹികളായ അനിൽകുമാർ MV, വനജ ജോഷി, MR രാജി, ഗ്രേസി ജേക്കബ്, സ്റ്റീഫൻസൺ ഗ്രേഷ്യസ്, KT തമ്പി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ഇത് നയിച്ചിട്ട് പോകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. എഡ്രാക്ക് എന്നുള്ള സംഘടന, റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനം നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് വലിയ വലിയ കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു ശക്തിയായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു. നമ്മുടെ അസോസിയേഷൻ ഇവിടെ 78 അസോസിയേഷൻ ഉണ്ടായിരുന്നതാണ് നമ്മുടെ പള്ളുരുത്തി മേഖലയിൽ. ഇപ്പോൾ ഒരു 53 അസോസിയേഷൻ ചുരുങ്ങി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ പള്ളുരുത്തിയിലും വരാണ്. ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് വരുന്നവരിൽ നിന്ന് ഒരാൾക്ക് 1 ലക്ഷം രൂപ സമ്മാനമായിട്ട് നൽകും. പിന്നെ ജാനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്ന് 11 ഭാഗ്യശാലികൾക്ക് ഫ്രീ ഗോൾഡ് കോയിൻ. ജാനുവരി 11 ഞായറാഴ്ച 11 മണിക്കാണ്. അപ്പം see you all there.